RSS നേതാവും രാജ്യസഭാ എംപിയുമായ സി സദാനന്ദന്റെ കാൽ വെട്ടിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട 8 CPIM പ്രവർത്തകരെ ജയിലിൽ അടച്ചു. കോടതി പരിസരത്തും ജയിലിന് മുന്നിലും അഭിവാദ്യമർപ്പിക്കാൻ നിരവധി CPIM പ്രവർത്തകരെത്തി. മട്ടന്നൂരിൽ നടന്ന യാത്രയയപ്പിൽ KK ശൈലജ MLAയും പങ്കെടുത്തു. 1994 ജനുവരി 25 RSS സഹകാര്യവാഹകായിരുന്ന സി സദാനന്ദന്റെ കാല് വെട്ടിമാറ്റിയ കേസിൽ 31 വർഷങ്ങൾക്ക് ശേഷമാണ് ശിക്ഷ നടപ്പാക്കുന്നത്. സുപ്രീം കോടതി അപ്പീൽ തള്ളിയതിനു പിന്നാലെ നൽകിയ നോട്ടീസ് പ്രകാരം ഹാജരാകേണ്ട അവസാന തീയതി ഇന്നായിരുന്നു. ഇന്ന് രാവിലെയോടെ പ്രതികൾക്കൊപ്പം നിരവധി CPIM പ്രവർത്തകരും തലശ്ശേരി കോടതിയിലെത്തി. കോടതി നടപടികൾ പൂർത്തിയാക്കി 8 പേരെയും സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ CPIM പ്രവർത്തകർ കോടതിക്ക് പുറത്ത് അഭിവാദ്യമർപ്പിച്ചു. കെ ശ്രീധരൻ, മാതമംഗലം നാണു, പുതിയ വീട്ടിൽ മച്ചാൻ രാജൻ, പി കൃഷ്ണൻ, ചന്ദ്രോത്ത് രവീന്ദ്രൻ, പുല്ലാഞ്ഞിയോടൻ സുരേഷ് ബാബു, മല്ലപ്രവൻ രാമചന്ദ്രൻ, കെ ബാലകൃഷ്ണൻ എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ. 8 പേർക്കും തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി 7 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും വിധിച്ചിരുന്നു. ഇതിനെതിരെ പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ശിക്ഷ കുറഞ്ഞുപോയെന്ന് നിരീക്ഷിച്ച കോടതി പിഴ 50,000 ആക്കി ഉയർത്തുകയായിരുന്നു. ഇതിനെതിരെ സുപ്രീം കോടതിയിൽ നൽകിയ അപ്പീൽ കോടതി ഫയലിൽ സ്വീകരിച്ചില്ല. പിന്നാലെ വിചാരണ കോടതിയിൽ ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. പ്രതികൾക്ക് മട്ടന്നൂർ പഴശ്ശിയിൽ യാത്രയയപ്പ് നൽകി. KK ശൈലജ MLAയും യാത്രയയപ്പ് പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് മലയാളം, കണ്ണൂർ.